10 വർഷം മുമ്പ് ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്ന് വരുന്ന ഒരാളെ പോലെ തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ആ അവസ്ഥ മാറി. ഇന്ന് 12 വർഷത്തെ മോഡിജിയുടെ ഭരണം കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും മോഡിജി എന്നാണ്. ഇന്ന് നമുക്ക് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാക്കി. നീ ഏത് സാഹചര്യത്തിലാണ് ജട്ടി സാബു തലയുയർത്തി നിൽക്കുന്നത്? ലോകശക്തിയായ അമേരിക്കയുടെ കാല് നക്കി കൊടുക്കുന്ന രാജ്യമാക്കി മാറ്റി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് കലാപം, മണിപ്പൂർ കലാപം, ബാബരി കലാപം, ഡൽഹി കലാപം, ഇതൊന്നും പോരാഞ്ഞിട്ട് ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാസംഗം ചെയ്തിട്ട് അവരുടെ പിഞ്ചു കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നു. ഇതിന്റെയൊക്കെ പേരിലാണ് ജട്ടി സാബു നീ തലയുയർത്തി നിൽക്കണത്. കഴിഞ്ഞിട്ടില്ല, ബാക്കിയും കൂടി ഉണ്ട്. അതേപോലെ ഒരു സ്ത്രീയുടെ വയറ്റിൽ കുന്തം കുത്തി കയറ്റിട്ട് അവരുടെ ഭ്രൂണം പുറത്തെടുത്തു. അതേപോലെ മണിപ്പൂര് 2 സ്ത്രീകളെ അവരുടെ ശരീരത്തിൽ ഒരു തുണ്ട് തുണി പോലും ഇല്ലാതെ കൂട്ടബലാസംഗം ചെയ്തിട്ട് അത് വീഡിയോ എടുത്ത് വൈറലാക്കി. അതേപോലെ കൊച്ചുകുട്ടികളുടെ വായിക്കകത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഇതിന്റെയൊക്കെ പേരിലാണ് ജട്ടി സാബു നീ തലയുയർത്തി നിൽക്കുന്നത്. നമ്മുടെ 26 പേരെ നിരപരാധികളായിട്ടുള്ള നമ്മളെ സഹോദരന്മാരെ അവരുടെ അടിവസ്ത്രം ഊരി മതം നോക്കി വെടിവെച്ച് വന്നപ്പോ രാത്രികൾക്കുള്ളിൽ തന്നെ അതിന് പകരം തിരിച്ചടിച്ച് ഈ ഇന്ത്യയുടെ നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് പഴയ ഇന്ത്യയല്ല, കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയല്ല എന്നാണ്. ആടെ ജട്ടി സാബു, ഇത് പഴയ ഇന്ത്യയല്ല, പുതിയ ചാണകക്കുഴി ഇന്ത്യയാക്കി മാറ്റി നിന്റെ സംഖ്യകളെല്ലാം കൂടി. ഇത് കോൺഗ്രസ് ഭരിച്ചപ്പോഴുള്ള ഇന്ത്യയല്ല, അമേരിക്കയുടെ കാല് നക്കി കൊടുക്കുന്ന ഇന്ത്യ രാജ്യമാക്കി മാറ്റി നിന്റെ സംഖ്യകളെല്ലാം കൂടി. എത്ര കാലമാണ് പകൽഗാമിന്റെ കാര്യം പറഞ്ഞ് സംഖ്യകളെ പറ്റിച്ച് ജീവിക്കുക? പകൽഗാമിലെ തീവ്രവാദികൾ വന്നതേ ഓർമ്മയുള്ളൂ, എവിടേക്ക് പോയി എന്ന് ആർക്കും അറിഞ്ഞൂടാ. പറ്റിയാണെങ്കിൽ നിന്റെ സംഖ്യകളോട് ചോദിച്ചു നോക്ക്, പകൽഗാമിലെ തീവ്രവാദികൾ ഏത് വഴിക്കാ പോയതെന്ന്. അവർക്ക് ചിലപ്പോൾ അറിയാൻ ചാൻസ് ഉണ്ട്. നീ ഒന്നാം തരം എന്താ പറയാ ശ്രേയനിലവാദിയടാ. നിന്റെ കാര്യലാഭത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി സംഖ്യകളുടെ കാല് നക്കി കൊടുക്കുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടി ജയിച്ചു തന്നെ ഇരിക്കട്ടെ, അവിടെ നീ സംഖ്യകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ ഭൂമി ഒരു വർഗീയ കലാപ ഭൂമിയും ഒരു ഉത്തരേന്ത്യൻ മോഡലും നീ അവിടെ ആക്കുന്നില്ല എന്ന് എന്താടാ ഉറപ്പ്?